മലയാളം വായിക്കാൻ അറിയാത്ത ആളുകളെ ചുക്കുമോ ലഘുതി പല്ലി എന്ന് തമാശ രൂപേണ കളിയാക്കി പറയാറുണ്ട്. എന്നാൽ ആയുർവേദത്തെ സംബന്ധിച്ച് ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവ ചേർന്ന് ത്രികടു എന്ന ഔഷധക്കൂട്ട് അത്ര നിസ്സാരക്കാരനല്ല. ഇവിടെ ത്രി എന്ന പദം 3 എന്നതിനെയും കടു എന്നത് എരിവ് എന്നതിനെയും സൂചിപ്പിക്കുന്നു. അതായത് 3 എരിവുകളുടെ കൂട്ടമാണ് ത്രികടു. ഈ മൂവർ സംഘത്തിലെ തിപ്പലി എന്ന സസ്യത്തെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. പിപ്പലിയുടെ ശാസ്ത്രനാമം പൈപ്പർ ലോങ്ങം എന്നാണ്. ഇത് കുരുമുളകിൻ്റെ കുടുംബമായ പൈപ്പറേസിയയിൽ ഉൾപ്പെടുന്നു. കുരുമുളക് ചെടിയോട് സാദൃശ്യമുള്ള പടർന്നു വളരുന്ന ഒരു ചെറു സസ്യമാണിത്. ഇതിനെ മലയാളത്തിൽ തിപ്പലി എന്നും സംസ്കൃതത്തിൽ പിപ്പലി എന്നും വിളിക്കുന്നു. ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. താഴെ ഭാഗത്തുള്ള ഇലകൾ ഹൃദയാകൃതിയിലും മുകളിലുള്ള ഇലകൾ വീതി കുറഞ്ഞ് നീളത്തോടു കൂടിയതും ആയിരിക്കും. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ ചെടികളിൽ ഉണ്ടാകുന്നു. ഈ പൂങ്കുലകൾക്ക് സ്പൈക്കുകൾ എന്നാണ് പറയുന്നത്. ഓരോ സ്പൈക്കുകളും പൂക്കളുടെ ഒരു കൂട്ടമാണ്. ആൺചെടികളിലെ സ്പൈക്കുകൾ മെലിഞ്ഞതും നീളമുള്ളതും ആയിരിക്കും. ഇളം പ്രായത്തിൽ പച്ചയായും പാകമാകുമ്പോൾ മഞ്ഞയായും ഇരിക്കുന്നു. പെൺ സ്പൈക്കുകളാകട്ടെ കടും പച്ച നിറത്തിൽ നീളം കുറഞ്ഞതും വണ്ണമുള്ളതും ആയിരിക്കും. 2 സെൻറ്റിമീറ്റർ മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള പെൺ സ്പൈക്കുകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ള തിപ്പലി. സുവാലി, അസലി, ഉണ്ടത്തിപ്പലി, വൻതിപ്പലി, കാട്ടുതിപ്പലി, ശീമത്തിപ്പലി എന്നിങ്ങനെ പലതരം തിപ്പലികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇവയിൽ ഏറ്റവും ഉത്തമമായ സുവാലി തിപ്പലിയാണ് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ കണ്ടുവരുന്നു. കേരളത്തിലെ വനങ്ങളിൽ സ്വാഭാവികമായി വളരുന്ന തിപ്പലിയുടെ വേര് കാട്ടുതിപ്പലിയായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന മറ്റൊരിനമാണ് ആനത്തിപ്പലി, ഗജവിപ്പലി എന്നൊക്കെ അറിയപ്പെടുന്ന പൈപ്പർ ചബ്ബ. രോഗങ്ങൾ ഉന്മൂലനം ചെയ്ത് ശരീരശക്തി വീണ്ടെടുക്കാൻ പര്യാപ്തമായ ഔഷധമായിട്ടാണ് ആയുർവേദ സംഹിതകൾ തിപ്പലിയെ വിവരിക്കുന്നത്. അവയിൽ ഏതു തിപ്പലിയാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന കാര്യം ഇന്നും ശാസ്ത്രലോകത്തിലെ വിവാദ വിഷയമാണ്. ഇതിൻ്റെ ഉണങ്ങിയ കായും വേരുമാണ് പ്രധാനമായും ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത്. പച്ചതിപ്പലിയെ ആർദ്ര പിപ്പലി എന്നും ഉണങ്ങിയ തിപ്പലിയെ ശുഷ്ക പിപ്പലി എന്നും ആയുർവേദത്തിൽ പറയുന്നു. ഇതിൽ ആർദ്ര പിപ്പലി കഫത്തെ വർദ്ധിപ്പിക്കുകയും പിത്തത്തെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശുഷ്ക പിപ്പലിയാകട്ടെ വാതകഫങ്ങളെ ശമിപ്പിക്കുകയും പിത്തത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തിപ്പലി ദഹനരസങ്ങളെ വർദ്ധിപ്പിച്ച് വിശപ്പുണ്ടാക്കുന്നു. ഇത് പ്രധാനമായും ചുമ, ശ്വാസം മുട്ട്, വയറുവേദന, പ്രമേഹം, പ്ലീഹ എന്നീ രോഗങ്ങളിൽ ഉപയോഗിക്കുന്നു. ജരാനരകളെ ശമിപ്പിച്ച് ശരീരത്തെ പുനർനവീകരിക്കുന്ന രസായന ഔഷധികളിൽ പ്രധാനമാണ് പിപ്പലി. മതിയായ പഥ്യാനുഷ്ഠാനങ്ങളോടെ തിപ്പലിയുടെ അളവ് ക്രമമായി വർദ്ധിപ്പിച്ച് സേവിക്കുന്ന വർദ്ധമാന പിപ്പലി പ്രയോഗം ഇതിൽ പ്രാധാന്യമുള്ളതാകുന്നു. തിപ്പലി ചൂർണം തേനിൽ ചാലിച്ച് സേവിക്കുന്നത് ചുമ, ശ്വാസം മുട്ട്, എക്കിൾ തുടങ്ങിയവയിൽ ഫലപ്രദമാണ്. കുട്ടികൾക്ക് തിപ്പലി നല്ലൊരു കൃമിഹര ഔഷധം കൂടിയാണ്. തിപ്പലി വേര് വിശപ്പില്ലായ്മ, കൃമി, വയറുവീർപ്പ്, മലബന്ധം തുടങ്ങിയ അവസ്ഥകളിൽ ഫലപ്രദമാണ്. പൃഥ്വികാതി ലേഹ്യം, പിപ്പല്യാസവം തുടങ്ങിയവ പിപ്പലി ചേരുന്ന പ്രധാനപ്പെട്ട ഔഷധയോഗങ്ങളാണ്. പിപ്പലിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസഘടകമാണ് പൈപ്പറിൻ. ഇത് ശ്വസന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ തിപ്പലി ശ്വാസം മുട്ട്, പ്രമേഹം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നീർക്കെട്ട്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിൽ ഫലപ്രദമാണെന്ന് പല ഗവേഷണങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ലപോലെ വളരുന്ന തിപ്പലി ആദായകരമായി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു സസ്യമാണ്. കാണ്ഡഭാഗങ്ങളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. നല്ല വെയിലും ജൈവാംശവും നീർവാർച്ചയുമുള്ള മണ്ണാണ് തിപ്പലി കൃഷിക്ക് അനുയോജ്യം. 6 മാസം കൊണ്ട് വിളവ് നൽകുന്നു. കടും പച്ച നിറത്തിലുള്ള കായകൾ പറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വർഷത്തിൽ 3 തവണയെങ്കിലും വിളവ് ലഭിക്കുന്നു.
തിപ്പലിയെക്കുറിച്ചുള്ള ഈ ഹ്രസ്വ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തിപ്പലിയുടെ പല പ്രയോഗങ്ങളും ഇവിടെ സൂചിപ്പിച്ചുവെങ്കിലും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ സേവിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.